ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. നമ്മളിതിനകത്ത് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് ഈ ടോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു ബ്രൗൺ ബ്രെഡിൻ്റെ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കാണണേ. അപ്പോൾ എങ്ങനെയാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ആപ്പിളും ഒരു ബനാനയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ നമ്മുടെ ബനാനയും ആപ്പിളും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. തീരെ ചെറിയ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്കൊന്ന് കുറച്ച് ബട്ടർ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബനാനയും ആപ്പിളും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. കുറച്ച് മതി, ഇതിന് നന്നായിട്ട് മധുരം ഉണ്ടല്ലോ. ഞാൻ ബ്രൗൺ ഷുഗറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആപ്പിൾ ബനാന മിശ്രിതം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി സിനമൺ പൗഡർ ഇട്ട് കൊടുക്കാം. സിനമണിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ കാർഡമൺ പൗഡറും ഉപയോഗിക്കാം, അല്ലെ വനില എസൻസ് ഉപയോഗിക്കാം. പക്ഷേ ആപ്പിൾ ബനാനയ്ക്കൊക്കെ സിനമൺ ഫ്ലേവറാണ് നല്ലത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്കൊരു മുട്ട പൊട്ടിക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ബ്രെഡാണ്. ബ്രൗൺ ബ്രെഡോ വൈറ്റ് ബ്രെഡോ ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വൈറ്റ് ബ്രെഡാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആവശ്യത്തിന് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ബനാന ആപ്പിൾ മിശ്രിതം ഇതിൽ തേച്ച് കൊടുക്കണം. വേണമെങ്കിൽ ഇതിൻ്റെ അരിക് കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്തൊരു ബ്രെഡ് എടുത്ത് ഇത് നമുക്ക് പ്രസ് ചെയ്ത് എടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഈ മുട്ട പാല് അടിച്ചു വെച്ചിരിക്കുന്നതിലേക്ക് മുക്കാം. അപ്പോൾ നമ്മൾ ഒരു പാൻ ചൂടാക്കി ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ ബ്രെഡ് വെച്ച് കൊടുക്കാം. ചെറിയ തീയിലിട്ട് കൊടുക്കണം. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബട്ടർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫ്രഞ്ച് ടോസ്റ്റ് റെഡിയായി. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ അടുത്ത ഫ്രഞ്ച് ടോസ്റ്റും റെഡിയായി. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് ടോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് സെർവ് ചെയ്യുമ്പം കുറച്ച് ഹണിയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് വേണം സെർവ് ചെയ്യാൻ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ ബൈ.